ഗൾഫിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുതിച്ചുയരുന്നു. ഡൽഹിയിൽ നിന്ന് ദുബായിലേക്കുള്ള എമിറേറ്റ്സിന്റെ എക്കണോമിക് ക്ലാസ് ടിക്കറ്റിന്റെ ഏറ്റവും കുറഞ്ഞ വില 50,000 രൂപയാണ്. ഏപ്രിൽ 5 വരെ 85,000 രൂപ മുതൽ 90,000 രൂപ വരെ ആകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് ശരാശരി നിരക്കെന്നാണ് ട്രാവൽ ഏജന്റുമാർ പറയുന്നത്. അതിനുശേഷം വിമാന നിരക്കുകൾ ക്രമേണ കുറയുമെന്നും അവർ വ്യക്തമാക്കുന്നു. പക്ഷേ അതൊരു ഉറപ്പല്ല, ഒരു അഭിപ്രായം മാത്രമാണ്. നിലവിൽ ചില ഇന്ത്യൻ വിമാന കമ്പനികളുടെ ചില വിമാനങ്ങളിൽ മാത്രമാണ് ടിക്കറ്റ് നിരക്ക് 40,000 രൂപയിൽ ആരംഭിക്കുന്നത്. അതും ഡൽഹിയിൽ നിന്നാണ്. കേരളത്തിൽ നിന്നാണെങ്കിൽ ലേലം വിളിയാണ്. 1,00,000 മുകളിൽ പോകും. ഒന്നാമത് ടിക്കറ്റ് കിട്ടാനില്ല. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ UAE നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതിനാൽ ഭൂരിഭാഗം പേരും എമിറേറ്റ്സിനെയാണ് ആശ്രയിക്കുന്നത്. മറ്റുള്ളവയെ അപേക്ഷിച്ച് എമിറേറ്റ്സിന്റെ ടിക്കറ്റ് നിരക്ക് വളരെ കൂടുതലാണ്. നിലവിൽ നാട്ടിലുള്ള പ്രവാസികൾക്ക് തിരികെ UAEയിലേക്ക് പോകാൻ ഈ ഭീമൻ തുക ചെലവാക്കേണ്ട സ്ഥിതിയാണ്. എന്നാൽ എമിറേറ്റ്സിന്റെ തന്നെ ഫ്ലൈ ദുബായ് എയർലൈൻസിന്റെ വിമാനങ്ങളിൽ 35,000 40,000 രൂപ മുതലാണ് ടിക്കറ്റ് നിരക്കുകൾ ആരംഭിക്കുന്നത്. ഇതിനേക്കാൾ ചെലവ് കുറഞ്ഞ മറ്റൊരു മാർഗം ഇൻഡിഗോയുടെ കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. അത് അബുദാബിയിൽ ലാൻഡ് ചെയ്ത ശേഷം ദുബായിലേക്ക് പോകുന്നു. ഏകദേശം 30,000 രൂപയാണ് ഇതിന്റെ ടിക്കറ്റ് നിരക്ക്. ഗൾഫ് രാജ്യങ്ങളിലുള്ള ഭൂരിഭാഗം ഇന്ത്യക്കാരും ഫെബ്രുവരി 28-ന് സംഘർഷം ആരംഭിച്ച ശേഷം കുടുംബാംഗങ്ങളെ നാട്ടിലേക്ക് തിരിച്ചയച്ചു. എന്നാൽ നാട്ടിലേക്ക് വരാൻ പല പ്രവാസികൾക്കും അവധി ലഭിച്ചതുമില്ല. മറ്റു ചിലർക്ക് എപ്പോൾ തിരികെ വിളിച്ചാലും നാട്ടിൽ നിന്ന് തിരിച്ചെത്തണമെന്ന നിബന്ധനയിലാണ് അവധി നൽകുന്നത്. വിമാന ടിക്കറ്റ് നിരക്ക് കൂടിയതും കൃത്യസമയത്ത് മടങ്ങാൻ വിമാന സർവീസുകൾ ഉണ്ടാകുമോ എന്ന ആശങ്കയിലും പല പ്രവാസികളും നാട്ടിലേക്ക് മടങ്ങാതെ അതത് രാജ്യങ്ങളിൽ തന്നെ തുടരുകയാണ്.